السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين محمد وعلى آله وأصحابه أجمعين أما بعد. പ്രിയമുള്ള സുഹൃത്തുക്കളെ, പഠിതാക്കളെ, ശ്രോതാക്കളെ, അല്ലാമ സാലിഹ് അൽ ഉസൈമീൻ മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കിതാബുൽ ഇൽമിലെ ഒരധ്യായമാണ് കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ നമ്മൾ വായിച്ചത്. ആദാബു ത്വാലിബിൽ ഇൽമി, ഇൽമ അന്വേഷിക്കുന്ന ഒരു വ്യക്തിക്കുണ്ടായിരിക്കേണ്ട അദബുകൾ, മര്യാദകൾ. അതിൽ 7 അദബുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 8ാമത്തത് മുതൽക്കാണ് ഇന്ന് വായിക്കുന്നത്. സുഹൃത്തുക്കൾ ശ്രദ്ധിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അൽ അംറു സാമിൻ, 8ാമത്തെ കാര്യം, അൻ യകൂന ത്വാലിബു സ്വാബിറൻ അലൽ ഇൽമി, വിദ്യാർത്ഥി, മതവിദ്യാർത്ഥി എപ്പോഴും ഇൽമിന്റെ കാര്യത്തിൽ അങ്ങേയറ്റം ക്ഷമയുള്ളവനായിരിക്കണം. ഐ മുസാബിറൻ അലൈഹി ലാ യഖ്തഉഹു വലാ യമല്ലു ബൽ യകൂനു മുസ്തമിറൻ ഫീ തഅല്ലുമിഹി ബിഖദ്രിൽ മുസ്തതാ. അതായത് ഇൽമിന്റെ കാര്യത്തിൽ സ്ഥിരോത്സാഹിയായിരിക്കണം. ഒരിക്കലും ഇൽമ അന്വേഷിക്കുക എന്നത് നിർത്തിക്കളയരുത്, മടുപ്പ് തോന്നുകയും ചെയ്യരുത്. മറിച്ച് കഴിയുന്നത്ര എപ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കണം. പഠിക്കുന്ന കാര്യത്തിൽ അയാൾ സ്ഥിരചിത്തനായിരിക്കണം. വൽയസ്ബിർ അലൽ ഇൽം, ഇൽമിന്റെ കാര്യത്തിൽ അയാൾ ക്ഷമ കൈക്കൊള്ളട്ടെ. വലാ യമൽ, അയാൾക്ക് മടുക്കരുത്. ഫഇന്നൽ ഇൻസാന ഇദാ തറഖഹുൽ മലലു ഇസ്തഹ്സറ വതറക, കാരണം മനുഷ്യൻ മടുപ്പ് വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ഒരു തരം തളർച്ച തോന്നും, നിരാശ തോന്നും. അങ്ങനെ ഇൽമ് തേടൽ തന്നെ ഉപേക്ഷിക്കാൻ കാരണമാവും. വലാകിൻ ഇദാ കാന മുസാബിറൻ അലൽ ഇൽമി ഫഇന്നഹു യനാലു അജ്റ സ്വാബിരീന മിൻ വജ്ഹ്, എന്നാൽ ഒരാൾ ഇൽമിന്റെ കാര്യത്തിൽ സ്ഥിരോത്സാഹിയാണെങ്കിൽ അയാൾക്ക് ഒരു വശത്തുകൂടെ നോക്കുമ്പോൾ ക്ഷമാലുക്കളുടെ പ്രതിഫലം അയാൾക്ക് ലഭിക്കും. വതകൂനു ലഹുൽ ആഖിബത്തു മിൻ വജ്ഹിൻ ആഖർ, മറ്റൊരു വശത്തോടെ നോക്കുമ്പോൾ അയാൾക്ക് നല്ല പര്യവസാനം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ 2 ഗുണം അയാൾക്ക് കിട്ടും. വസ്തമി ഇലാ ഖൗലില്ലാഹി അസ്സ വജല്ല മുഖാതിബൻ നബിയഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ നബിയോട് അഭിസംബോധന ചെയ്ത് പറഞ്ഞത് ഖുർആനിൽ നീ ശ്രദ്ധിക്ക്. എന്താ പറഞ്ഞത്? സൂറത്ത് ഹൂദിലെ 49ാമത്തെ ആയത്ത്, തിൽക മിൻ അംബാഇൽ ഗൈബി നൂഹിഹാ ഇലൈക മാ കുൻത തഅലമുഹാ അൻത വലാ ഖൗമുക മിൻ ഖബ്ലി ഹാദാ ഫസ്ബിർ ഇന്നൽ ആഖിബത ലിൽ മുത്തഖീൻ. ആ കാര്യങ്ങളെല്ലാം ഗൈബിയായ വിവരങ്ങളിൽ പെട്ടതാണ്. നാം നിനക്കത് വഹയിലൂടെ അറിയിക്കുകയാണ്. നീയോ നിന്റെ ജനതയോ ഇതിനു മുമ്പ് അത് അറിയുന്നവരായിരുന്നില്ല. അതിനാൽ ഫസ്ബിർ, നീ ക്ഷമിക്കുക. ഇന്നൽ ആഖിബത ലിൽ മുത്തഖീൻ, തഖ്വയുള്ളവർക്കാകുന്നു നല്ല പര്യവസാനം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയാണ്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഗൈബിയായ വിഷയങ്ങൾ, ഇത് നിനക്കോ നിന്റെ സമുദായത്തിനോ നേരത്തെ അറിയുന്ന കാര്യമില്ല, വഹയിലൂടെ നാം നിനക്ക് അറിയിച്ചു തരികയാണ്. അതുകൊണ്ട് ക്ഷമ കൈക്കൊള്ളണം. അപ്പൊ ഇൽമിന്റെ കാര്യത്തിൽ ക്ഷമ കൈക്കൊള്ളണമെന്ന ആ പോയിന്റ് സ്ഥാപിക്കാനാണ് ഷെയ്ഖ് അവറുകൾ ഈ ആയത്ത് എടുത്തു കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്ത കാര്യം, അൽ അംറു താസി, 9ാമത്തെ അദബ്, ഇഹ്തിറാമുൽ ഉലമാഇ വ തഖ്ദീറുഹും, ഉലമാക്കളോട്, പണ്ഡിതന്മാരോട് ആദരവുണ്ടാകുക, അവരുടെ പദവി, മഹത്വം കണക്കിലെടുക്കുകയും ചെയ്യാം. ഇന്ന അലാ ത്വലബത്തിൽ ഇൽമി ഇഹ്തിറാമുൽ ഉലമാഇ വ തഖ്ദീറുഹും, മതവിദ്യാർത്ഥികളുടെ മേൽ നിർബന്ധമായ കാര്യമാണ് ഉലമാക്കളെ ആദരിക്കുക, അവരുടെ മഹത്വം, സ്ഥാനം അംഗീകരിച്ചു കൊടുക്കുക എന്നത്. വഅൻ തത്തസിഅ സുദൂറുഹും ലിമാ യഹ്സുലു മിൻ ഇഖ്തിലാഫിൻ ബൈനൽ ഉലമാഇ വഗൈരിഹിം, പണ്ഡിതന്മാർക്കിടയിലും പണ്ഡിതന്മാരല്ലാത്ത തുലാബുൽ ഇൽമിനിടയിലും ഒക്കെ ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങളിൽ ഹൃദയവിശാലത ഉള്ളവരാവുക എന്നതും, ആ വിഷയത്തിലൊക്കെ ഹൃദയത്തിന് വിശാലത ഉണ്ടാവുക എന്നതും ത്വലബത്തുൽ ഇൽമിന് നിർബന്ധമാണ്. വഅൻ യുഖാബിലു ഹാദാ ബിൽ ഇഅ്തിദാരി അമ്മൻ സലക സബീലൻ ഖതഅൻ ഫി ഇഅ്തിഖാദിഹിം, തങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ഒരു തെറ്റായ മാർഗത്തിൽ ആരെങ്കിലും ഒരാൾ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഒരു ഉദ്ർ കണ്ടെത്താൻ മതവിദ്യാർത്ഥികൾക്ക് സാധിക്കണം. അയാൾക്കൊരു ഒഴികഴിവ് കണ്ടെത്താൻ. വഹാദി നുഖ്ത മുഹിമ്മ ജിദ്ദ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ലഅന്ന ബഅദ അന്നാസി യതതബ്ബഉ അഖ്താഅ അൽ-ആഖരീൻ, കാരണം ചില ആളുകൾ മറ്റുള്ളവരുടെ തെറ്റുകൾ പരതി നടക്കും, അന്വേഷിച്ച് നടക്കും. ലിയത്തഖദ മിൻഹാ മാ ലൈസ ലായിഖൻ ഫീ ഹഖ്ഹിം,
എന്തിനു വേണ്ടി? അങ്ങനെ വല്ല തെറ്റും കണ്ടു കിട്ടിയാൽ അയാൾക്ക് യോജിച്ചതല്ലാത്ത എന്തെങ്കിലും അതിൽ നിന്ന് സ്വീകരിക്കാൻ, അതിൽ നിന്ന് പിടിക്കാൻ. എന്നിട്ട് അത് വെച്ചിട്ട് അയാളുടെ നാട്ടിലുള്ള സ്ഥാനവും പേരും ഒക്കെ ഇല്ലാതാക്കാൻ, അല്ലെങ്കിൽ അയാളുടെ സൽപ്പേര് കളങ്കപ്പെടുത്താൻ. അപ്പൊ കുറ്റങ്ങൾ എന്തെങ്കിലും കണ്ടെത്തിയിട്ട് ഇയാൾക്ക് അത് ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ പറഞ്ഞ ആളുകൾക്കിടയിൽ പ്രചരിപ്പിച്ച് അയാൾക്ക് അയാളുടെ സൽപ്പേരിന് കളങ്കം ഉണ്ടാക്കുക. വഹാദ മിൻ അക്ബരിൽ അഖ്താ, ഇത് വലിയ തെറ്റാണ്, തെറ്റുകൾ വലിയ തെറ്റാണിത്. വഇദാ കാന ഇഗ്തിയാബുൽ ആമി മിനൻ നാസ് മിൻ കബായിരി ദുനൂബ്, ജനങ്ങളിൽപ്പെട്ട ഒരു സാധാരണക്കാരനെ കുറിച്ച് ഗീബത്ത് പറയുക എന്ന് തന്നെ വൻപാപമാണെങ്കിൽ, ഫഇന്ന ഇഗ്തിയാബുൽ ആലിമി അക്ബർ വ അക്ബർ, ഒരു ആലിമിനെ കുറിച്ച് ഗീബത്ത് പറയുക, പരദൂഷണം പറയുക എന്നത് ഏറ്റവും വലിയ തെറ്റാണ്. ലിഅന്ന ഇഗ്തിയാബുൽ ആലിമി ലാ യഖ്തസിറു ളററുഹു അലൽ ആലിമി, കാരണം ഒരു ആലിമിനെ പറ്റി ഗീബത്ത് പറയുക എന്നത് അതിന്റെ ദോഷം ആ ആലിമിനെ മാത്രമല്ല, ആലിമിൽ മാത്രം ഒതുങ്ങുന്നില്ല. ബൽ അലൈഹി വ അലാ മാ യഹ്മിലുഹു മിനൽ ഇൽമി ശർഈ, അദ്ദേഹത്തിന്റെ മേലും അദ്ദേഹം ഏതൊരു ശർഈയായ ഇൽമാണ് വഹിച്ചിട്ടുള്ളത് അതിന്റെ മേലും അതിന്റെ ദോഷം ഉണ്ടാവും. അദ്ദേഹത്തിന്റെ ദോഷം മാത്രമല്ല, അദ്ദേഹത്തിന് വഹിച്ചിട്ടുള്ള ഏതൊരു ഇൽമാണ് ആ ഇൽമിന്റെ കൂടി ദോഷമായിട്ടാണ് ഇത് വരിക. വന്നാസു ഇദാ സഹദൂ ഫിൽ ആലിമി ഔ സഖത മിൻ അയുനിഹിം തസ്ഖുതു കലിമതുഹു ഇല്ലാ, ജനങ്ങൾ പണ്ഡിതനെ സംബന്ധിച്ച് വിരക്തിയിലായാൽ, അല്ലെങ്കിൽ നിരാശയിലായാൽ, അല്ലെങ്കിൽ അദ്ദേഹം ജനങ്ങളുടെ ദൃഷ്ടിയിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം ഇടിഞ്ഞു പോയാൽ അദ്ദേഹത്തിന്റെ വാക്കും ജനങ്ങൾക്കിടയിൽ വിലയില്ലാത്തതാവും. വഇദാ കാന യഖൂലുൽ ഹഖ്ഖ വയഹ്ദി ഇലൈഹി ഫഇന്ന ഗീബത ഹാദർ റജുൽ ലിഹാദൽ ആലിം തകൂൻ ഹായിലൻ ബൈനൻ നാസി വബൈന ഇൽമിഹി ശർഈ, അദ്ദേഹം ഹഖ് പറയുകയും ഹക്കിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ആളാണെങ്കിൽ ഇയാൾ ആ ആലിമിനെ കുറിച്ച് ഗീബത്ത് പറയുന്നത് അദ്ദേഹത്തിന് ജനങ്ങൾക്കിടയിലും അതുപോലെ ശർഈയായ അദ്ദേഹത്തിന്റെ ഇൽമിനിടയിലും ഒരു മറയായി തീരുകയാണ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് പിന്നെ അദ്ദേഹത്തെ സമീപിക്കാനോ താല്പര്യമില്ലാത്ത, അല്ലെങ്കിൽ ഇൽമിൽ അകറ്റപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടാകുക. അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ ഇൽമിനും ജനങ്ങൾക്കും ഇടയിൽ ഒരു മറയായിട്ടാണ് ഇയാളുടെ ഗീബത്ത് വരിക. വഹാദാ ഖതറുഹു കബീറുൻ വഅലീം, ഇതിന്റെ അപകടം വളരെ ഗുരുതരവും വലുതുമാണ്. അഖൂൽ, ഞാൻ പറയട്ടെ, ഇന്ന അലാ ഹഉലാഇ ശബാബി അൻ യഹ്മിലു മാ യജ്രി ബൈനൽ ഉലമാഇ മിനൽ ഇഖ്തിലാഫി അലാ ഹുസ്നി നിയ്യ വഅലൽ ഇജ്തിഹാദ്, ഈ യുവാക്കൾക്ക്, മതവിദ്യാർത്ഥികളായ ഈ ചെറുപ്പക്കാർക്ക് നിർബന്ധമാണ് ഉലമാക്കൾക്കിടയിൽ ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ അവരുടെ സദുദ്ദേശത്തിന്റെയും അതുപോലെ അവരുടെ ഇജ്തിഹാദിന്റെയും മേൽ വഹിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും അതിൽ സദുദ്ദേശം ഉണ്ടാകും, അവരുടെ ഗവേഷണത്തിൽ അങ്ങനെയായിരിക്കും കണ്ടെത്തിയിട്ടത് എന്ന നിലക്ക് കാണാൻ യുവാക്കൾക്ക് സാധിക്കണം. അവർക്ക് അബദ്ധം സംഭവിച്ചിട്ടു എന്ന് നമുക്ക് തോന്നിയാൽ തന്നെ അതിനവർക്ക് എന്തെങ്കിലും ന്യായമായൊരു കാരണം ഉണ്ടായിരിക്കാം എന്ന ഒഴികഴിവ് കണ്ടെത്താനും മതവിദ്യാർത്ഥികൾ കഴിയണം. വലാമാനി അൻ യതകല്ലമു മഅഹും ഫീമാ യഅതഖിദൂന അന്നഹു ഖതഉൻ, അദ്ദേഹത്തിന് അബദ്ധം പറ്റിയെന്ന് മതവിദ്യാർത്ഥികൾ വിശ്വസിക്കുന്നുവെങ്കിൽ ആ കാര്യത്തിൽ അദ്ദേഹത്തോട് അവർക്ക് സംസാരിക്കാവുന്ന, അത്തരം പണ്ഡിതന്മാരോട് അവർക്ക് സംസാരിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. ലിയുബയ്യിനു ലഹും വലിൽ ഖതഉ മിൻഹും ഔ മിനല്ലദീന ഖാലു ഇന്നഹും മഖ്തഹു, എന്തിനു വേണ്ടിയാ സംസാരിക്കുന്നത്, ചർച്ച നടത്തുന്നത്? തെറ്റ് അവർക്കാണോ അതല്ല അവർക്ക് തെറ്റ് എന്ന് പറയുന്നവർക്കാണോ തെറ്റ് എന്ന് വ്യക്തമാക്കി കൊടുക്കാൻ വേണ്ടി. അപ്പൊ അങ്ങനെ ചർച്ച നടത്തിയിട്ട് അതിന്റെ തെറ്റും ശരിയും മനസ്സിലാക്കുന്നതിൽ യാതൊരു ദോഷമില്ല. അങ്ങനെ പണ്ഡിതന്മാരോട് ചർച്ച നടത്താങ്ങളെ കുറിച്ച് ഇങ്ങനെ കേൾക്കുന്നല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ എന്താണ് നിങ്ങൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണല്ലോ കേൾക്കുന്നത് എന്ന് പറഞ്ഞ് ചർച്ച നടത്തുന്നതിന് കുഴപ്പമില്ല. കാരണം ചില മനുഷ്യൻ പലപ്പോഴും വിചാരിക്കും ഈ ആലിമിന്റെ ഇന്ന വാക്ക് തെറ്റാണല്ലോ. പിന്നെ ചർച്ചയ്ക്ക് ശേഷം, നേരിട്ടുള്ള ചർച്ചയിൽ നിന്ന് അയാൾക്ക് മനസ്സിലാകും അത് തെറ്റല്ല, അദ്ദേഹത്തിന് ശരി തന്നെയാണത് എന്ന് മനസ്സിലാവും. വല്ലിൻസാൻ ബഷർ, കാരണം മനുഷ്യൻ എന്ന് പറഞ്ഞാൽ തെറ്റുപറ്റുന്നവനാണ്, മഅസൂമല്ല. കുല്ലു ബിനി ആദമ ഖത്താഉൻ വഖൈറുൽ ഖത്താഇൻ അത്തവ്വാബൂൻ, ആദമിന്റെ മക്കളൊക്കെ അബദ്ധം പണയുന്നവരാണ്, അബദ്ധം പറ്റുന്നവരിൽ ഏറ്റവും ഉത്തമന്മാർ തൗബ ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തെറ്റുപറ്റുക എന്നത് മനുഷ്യ സഹജമാണ്, അതിൽ പണ്ഡിതന്മാരും ഒഴിവല്ല. എന്നാൽ അമ്മ അൻ യഫ്റഹ ബിസല്ലത്തിൽ ആലിം വഖതഇഹി, ഒരു ആലിമിന് എന്തെങ്കിലും അബദ്ധം പറ്റിയാൽ അല്ലെങ്കിൽ ഒരു ചെറിയ പിഴവ് സംഭവിച്ചാൽ
അതിൽ സന്തോഷിക്കുക. എന്തിന്? ലിയുശിഅ ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ അത് പ്രചരിപ്പിക്കാമല്ലോ. ഫതഹ്സുൽ ഫുർഖ, എന്നിട്ട് ഭിന്നിപ്പുണ്ടാകാൻ വേണ്ടി ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാമെന്ന നിലക്ക് അതിൽ സന്തോഷിക്കുക. അങ്ങനെ തെറ്റ് കിട്ടിപ്പോയല്ലോ. ഫഇന്ന ഹാദാ ലൈസ മിൻ ത്വരീഖി സലഫ്, ഇതൊരിക്കലും നമ്മുടെ മുൻഗാമികളുടെ മാർഗത്തിൽപ്പെട്ടതല്ല. വകദാലിക അയ്ളൻ മാ യഹ്സുലു മിനൽ അഖ്താഇ മിനൽ ഉമറാ, ഇതുപോലെ തന്നെയാണ് ഭരണാധികാരികളിൽ നിന്ന് സംഭവിക്കുന്ന അബദ്ധങ്ങളുടെ കാര്യവും. ലാ യജൂസു ലനാ അൻ നത്തഖിദ മാ യുഖ്തിഊന ഫീഹി സുല്ലമൻ ലിൽ ഖദ്ഹി ഫീഹിം ഫീ കുല്ലി ഷൈഇൻ, ഒരിക്കലും നമുക്ക് അനുവദനീയമല്ല അവർക്ക് ഭരണാധികാരികൾക്ക് സംഭവിക്കുന്ന തെറ്റ് അവരെ എല്ലാ കാര്യത്തിലും ആക്ഷേപിക്കാനുള്ള ഒരു ഏണിയായി കാണുക എന്നത് ഒരിക്കലും ശരിയല്ല. വനതഗാല അമ്മാലഹും മിനൽ ഹസനാത്ത്, അവരിൽ നിന്നുണ്ടാകുന്ന നന്മകൾക്ക് നേരെ കണ്ണടക്കാനും ഇതൊരു ഏണിയായി കൂടാ. ലിഅന്നല്ലാഹ യഖൂലു ഫീ കിതാബി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഗ്രന്ഥത്തിൽ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ലില്ലാഹി ശുഹദാഅ ബിൽ ഖിസ്ത്, സത്യവിശ്വാസികളെ നിങ്ങൾ നീതിമുറ നിലനിർത്തുന്നവരും അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളുന്നവരുമാകണം, നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവരും അതിന്റെ സാക്ഷികളുമാകണം. വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു, ഒരു ജനതയോടുള്ള വിദ്വേഷം നീതി പാലിക്കാതിരിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ. സൂറത്തുൽ മാഇദ 8-ാമത്തെ ആയത്ത്. യാനി, അതായത് ആയത്തിൽ പറയുന്നത് ലാ യഹ്മിലുകും ബുഗ്ളു ഖൗമിൻ അലാ അദമിൽ അദ്ൽ, ഒരു ജനതയോടുള്ള വെറുപ്പ് അവരോട് നീതി കാണിക്കാതിരിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുത്. ഫൽ അദ്ലു വാജിബ്, അതിനാൽ അതിൽ നീതി കാണിക്കാൻ നിർബന്ധമാണ്. വലാ യഹില്ലു ലിൽ ഇൻസാനി അൻ യഖുദ സല്ലാത്തി അഹദിൻ മിനൽ ഉമറാഇ വൽ ഉലമാഇ വ ഗൈരിഹിം ഫയുസിഅഹാ ബൈനന്നാസ്, അതുകൊണ്ട് ഒരാൾക്കും അനുവദനീയമല്ല ഏതെങ്കിലും ഒരു പണ്ഡിതന്റെയോ ഒരു ഭരണാധികാരിയുടെ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും അബദ്ധങ്ങൾ പിടിക്കുക, എന്നിട്ടത് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുക. സുമ്മ യസ്കുതു അൻ ഹസനാതിഹിം, എന്നിട്ട് അവരുടെ നന്മകളെ സംബന്ധിച്ച് മിണ്ടാതിരിക്കുക, മൗനം പാലിക്കുക. ഫഇന്ന ഹാദാ ലൈസ ബിൽ അദ്ൽ, ഇതൊരിക്കലും നീതിയല്ല. വഖിസ് ഹാദാ ശൈഅ അലാ നഫ്സിക്, നീ നിന്റെ കാര്യത്തിൽ തന്നെ ഇതൊന്ന് കണക്കിലെടുത്തു നോക്ക്. ലൗ അന്ന അഹദൻ സുല്ലിത അലൈക, ഒരാൾക്ക് നിന്റെ മേൽ അധികാരം കിട്ടി, വസാറ യൻഷുറു സല്ലാതിക വസയ്യിആതിക, എന്നിട്ട് അദ്ദേഹം നിന്റെ അബദ്ധങ്ങളും നിന്റെ തെറ്റുകളൊക്കെ പ്രചരിപ്പിക്കാൻ തുടങ്ങി. വയുഖ്ഫി ഹസനാതിക വഇസാബാതിക, നിന്റെ നന്മകളും നിന്റെ ശരികളും ഒക്കെ മൂടിവെക്കുകയും ചെയ്യുന്നു. എന്നാൽ അദത്തദാലിക ജിനായത മിൻഹു അലൈക, നിന്റെ മേൽ അദ്ദേഹം കാണിച്ച ഒരു ക്രൂരതയായിട്ടാണ്, ഒരു വലിയ തെറ്റായിട്ടാണ് നീ അതിനെ എണ്ണുക. ഫഇദാ കുന്ത തറാ ദാലിക ഫീ നഫ്സിക ഫഇന്നഹു യജിബു അലൈക അൻ തറാ ദാലിക ഫീ ഗൈരിക, നിന്റെ കാര്യത്തിൽ നീ ഇങ്ങനെയാണ് കാണുന്നതെങ്കിൽ നിനക്ക് നിർബന്ധമാണ് നീ അല്ലാത്തവരുടെ കാര്യത്തിലും ഇങ്ങനെ കാണാൻ. വകമാ അശർതു ആനിഫൻ ഇലാ അന്ന ഇലാജ മാ തളുന്നുഹു ഖതഅൻ അൻ തത്തസില ബിമൻ റഅയ്ത അന്നഹു അഖ്തഅ വഅൻ തുനാഖിശഹു വയതബയ്യന അൽ മൗഖിഫ് ബഅദ അൽ മുനാഖശ, ഞാൻ മേലെ സൂചിപ്പിച്ചതുപോലെ നീ തെറ്റാണെന്ന് വിചാരിക്കുന്ന കാര്യം ആരിലാണോ ഉണ്ടായിട്ടുള്ളത് അയാളുമായി ബന്ധപ്പെടുകയും അയാളുമായി നേർക്കുനേരെ ചർച്ച നടത്തുകയും ചെയ്യുക എന്നതാണ് ഇതിനുള്ള പരിഹാരം. വയതബയ്യന മൗഖിഫ് ബഅദ അൽ മുനാഖശ, ചർച്ചയ്ക്കു ശേഷം എന്താണ് നിലപാട്, അദ്ദേഹത്തെ നിലപാട് എന്ത്, നാം എന്ത് നിലപാട് സ്വീകരിക്കണം എന്ന് വ്യക്തമാവുകയും ചെയ്യും. ഫകം മിൻ ഇൻസാനിൻ ബഅദൽ മുനാഖശതി യർജു അൻ ഖൗലിഹി ഇലാ മാ യകുനു വസ്സവാബ്, എത്ര ആളുകളാണ് നേർക്കുനേരെ ചർച്ച നടത്തിയ ശേഷം തന്റെ അഭിപ്രായത്തിൽ നിന്ന് പിന്മാറുകയും ശരിയായ അഭിപ്രായത്തിലേക്ക് വരികയും ചെയ്യുന്നത്. വകം മിൻ ഇൻസാനിൻ ബഅദൽ മുനാഖശ യകൂനു ഖൗലുഹു വസ്സവാബ് വളന്നുനാ ഹുവൽ ഖത, അതുപോലെ എത്ര ആളുകളാണ് നേർക്കുനേരെ ചർച്ച നടത്തിയപ്പോൾ അദ്ദേഹം പറയുന്നതാണ് ശരി, നമ്മൾ ധരിച്ചത് തെറ്റാണ് എന്ന് മനസ്സിലായിട്ടുള്ള എത്ര ആളുകളുണ്ട്. ഫൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ ബുനിയാൻ, അതിനാൽ ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിന് ഒരു കെട്ടിടത്തെ പോലെ ആയിരിക്കണം. യശുദ്ദു ബഅദുഹു ബഅദ, ആ കെട്ടിടത്തിന്റെ ചില ഭാഗങ്ങൾ മറ്റു ചില ഭാഗങ്ങളെ ശക്തിപ്പെടുത്തും, പരസ്പരം ശക്തി നൽകുന്ന തരത്തിൽ ഐക്യവും സ്നേഹം ഉണ്ടാകണം എന്നർത്ഥം. വഖദ് ഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ അഹബ്ബ അൻ യുസഹ്സഹ അനിൻ നാരി വയദ്ഖുലൽ ജന്ന ഫൽതഅതിഹി മനിയതുഹു വയുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആരെങ്കിലും നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടണമെന്നും ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അയാൾ അള്ളാഹുവിലും അന്ത്യത്തിലും വിശ്വസിക്കുന്നവനായിരിക്കെ അദ്ദേഹത്തിന് മരണം വരട്ടെ, എന്നാൽ മരിക്കുന്ന സമയത്ത് ഈമാൻ മുറുകെ പിടിക്കുന്ന ആളാകട്ടെ. വൽയഅതി ഇലന്നാസി മാ യുഹിബ്ബു അൻ യുഅത ഇലൈഹി, തന്റെ അടുത്തേക്ക് ജനങ്ങൾ ഏതൊരു നല്ല സ്വഭാവവുമായി വരണമെന്ന് താൻ ഇഷ്ടപ്പെടുന്നുവോ അതേ നല്ല സ്വഭാവവുമായി മറ്റുള്ളവരുടെ അടുത്തേക്ക് താൻ ചെല്ലട്ടെ.
വഹാദാ ഹുവൽ അദ്ലു വൽ ഇസ്തിഖാമ, ഇതാണ് നീതിയും ശരിയായ മാർഗത്തിൽ നിലകൊള്ളലും. അപ്പോ 9ാമത്തെ കാര്യം ശൈഖ് അവറുകൾ ഇതാണ് പറഞ്ഞത്, പണ്ഡിതന്മാരെ ആദരിക്കലും അവരെ മഹത്വം കണക്കിലെടുക്കലും. ഇനി 10ാമത്തെ കാര്യം അത്തമസ്സുകു ബിൽ കിതാബി വസ്സുന്ന, അള്ളാഹുവിന്റെ കിതാബും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തും മുറുകെ പിടിക്കുക. ത്വാലിബുൽ ഇൽമ് പാലിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു അദബാണിത്. യജിബു അലാ ത്വലബത്തിൽ ഇൽമി അൽ ഹിർസു താം അലാ തലഖിൽ ഇൽമി, ഇൽമ് സ്വീകരിക്കുന്നതിൽ പൂർണ്ണമായ ആഗ്രഹം, അത്യാഗ്രഹം മതവിദ്യാർത്ഥികൾക്കുണ്ടാകൽ നിർബന്ധമാണ്. വൽ അഖ്ദ് മിൻ ഉസൂലിഹി, ഇൽമ് സ്വീകരിക്കലിൽ മാത്രമല്ല അത് അതിന്റെ ഉസൂലുകളിൽ നിന്ന് സ്വീകരിക്കണം. അല്ലത്തി ലാ ഫലാഹ ലി ത്വാലിബിൽ ഇൽമി ഇല്ല യബ്ദഅ ബിഹാ, അതുകൊണ്ട് തുടങ്ങിയില്ലെങ്കിൽ, യഥാർത്ഥ അടിസ്ഥാന സ്രോതസ്സിൽ നിന്ന് ഇൽമ് സ്വീകരിക്കാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ ഒരിക്കലും ത്വാലിബുൽ ഇൽമിന് വിജയിക്കാൻ കഴിയില്ല. ഏതൊക്കെയാണ് ഇസ്ലാമിക വിജ്ഞാനത്തിന്റെ അടിസ്ഥാന സ്രോതസ്സുകൾ? വഹിയ, അവ 1 അൽ ഖുർആനുൽ കരീം, അല്ലാഹുവിന്റെ ഖുർആനാണ്. ഫഇന്നഹു യജിബു അലാ ത്വാലിബിൽ ഇൽമി അൽ ഹിർസു അലൈഹി, ഒരു മതവിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഖുർആന്റെ കാര്യത്തിൽ നല്ല അത്യാഗ്രഹം, അയാൾക്ക് അതിയായ ആഗ്രഹം, താല്പര്യം ഉണ്ടായിരിക്കണം. ഖിറാഅത്തൻ, അത് വായിക്കുന്നതിലും ഓതുന്നതിലും, വഹിഫ്ളൻ, മനപ്പാഠമാക്കുന്നതിലും, വഫഹ്മൻ, അത് ശരിക്ക് ഗ്രഹിക്കുന്നതിലും, വഅമലൻ ബിഹി, ഖുർആൻ അനുസരിച്ച് അമൽ ചെയ്യുന്നതിലും. ഈ 4 കാര്യവും ദീനി വിദ്യാർത്ഥി ശ്രദ്ധിക്കണം. ഖുർആൻ ഓതണം, മനപ്പാഠമാക്കണം, അതിന്റെ അർത്ഥം ശരിക്ക് ഗ്രഹിക്കണം, അതിന് അമൽ ചെയ്യണം. ഫഇന്നൽ ഖുർആന ഹുവ ഹബ്ലുല്ലാഹിൽ മതീൻ, കാരണം ഖുർആനാണ് അല്ലാഹുവിന്റെ ബലവത്തായ കയർ. വഹുവ അസാസുൽ ഉലൂം, എല്ലാ ഇൽമുകളുടെയും അടിത്തറ ഖുർആനാണ്. വഖദ് കാന സലഫു യഹ്രിസൂന അലൈഹി ഗായത്തുൽ ഹിർസി, നമ്മുടെ മുൻഗാമികൾ ഖുർആന്റെ കാര്യത്തിൽ അങ്ങേയറ്റം തൽപരരായിരുന്നു എന്ന് കാണാൻ കഴിയും. ഫയുദ്കറു അൻഹും ശൈഉൽ അജീബ് മിൻ ഹിർസി മൽ ഖുർആൻ, ഖുർആന്റെ കാര്യത്തിൽ അവർ കാണിച്ചിരുന്ന അതീവ താല്പര്യത്തെക്കുറിച്ച് അത്ഭുതകരമായ റിപ്പോർട്ടുകൾ, അത്ഭുതകരമായ കാര്യങ്ങൾ പറയപ്പെടുന്നുണ്ട് ചരിത്ര ഗ്രന്ഥങ്ങളിൽ. ഫതജിദു അഹദഹും ഹിഫ്ളൽ ഖുർആനി ഹഫിളൽ ഖുർആന വഉംറുഹു 7 സനവാത്, 7 വയസ്സായിരിക്കുമ്പോൾ പോലും ഖുർആൻ മനപ്പാഠമാക്കിയവരെ ചരിത്രത്തിൽ കാണാം. വബഅദുഹും ഹഫിളൽ ഖുർആന ഫി അഖല്ലിൻ മിൻ ശഹർ, ഒരു മാസം തികയുന്നതിന് മുമ്പ് ഖുർആൻ മുഴുവനും ഹിഫ്ളാക്കിയ ആളുകൾ നിനക്ക് ചില ആളുകളെ കാണാൻ സാധിക്കും. വഫീ ഹാദാ ദലാലത്തുൻ അലാ ഹിർസി സലഫ് റിദ്വാനുല്ലാഹി അലൈഹിം അലൽ ഖുർആൻ, ഇതിൽ നിന്നും സലഫുസ് സാലിഹുകൾക്ക് ഖുർആന്റെ കാര്യത്തിൽ എന്തുമാത്രം താല്പര്യം ഉണ്ടായിരുന്നു എന്ന് അറിയിക്കുന്നുണ്ട്. ഫയജിബു അലാ ത്വാലിബിൽ ഇൽമി അൽ ഹിർസു അലൈഹി, അതുകൊണ്ട് ത്വാലിബുൽ ഇൽമി എപ്പോഴും ഖുർആന്റെ കാര്യത്തിൽ അതീവ തൽപരനായിരിക്കണം. വഹിഫ്ളിഹി അലാ യദി അഹദിൽ മുഅല്ലിമീൻ, ഏതെങ്കിലും ഒരു അധ്യാപകന്റെ കൈക്ക് ഖുർആൻ മനപ്പാഠമാക്കുന്നതിലും. ലിഅന്നൽ ഖുർആന യുഖദു അൻ തരീഖി തലഖി, എന്തിനാണ് ഒരു മുഅല്ലിമിന്റെ കീഴിലാണ് ഹിഫ്ളാക്കേണ്ടത് എന്ന് പറയുന്നത്? ഖുർആൻ എന്ന് പറയുന്നത് ഗുരുമുഖത്തുനിന്ന് നേരിട്ട് ഏറ്റെടുക്കുന്ന ഒരു വിജ്ഞാനമാണ്. ഖുർആന്റെ തജ്വീദും മറ്റൊക്കെ എത്ര കിതാബെന്ന് പഠിച്ചാലും അതിന്റെ ഉച്ചാരണവും മറ്റുമൊക്കെ ശരിക്കും ഒരു ഖാരിഇന്റെ അടുത്തുനിന്ന് ഓതി പഠിക്കുക തന്നെ വേണം. വഇന്നഹു മിമ്മാ യുസഫു ലഹു അൻ തജിദ ബഅദ തലബത്തിൽ ഇൽമി ലാ യഹ്ഫദുൽ ഖുർആൻ, എന്നാൽ ഇന്ന് വളരെ വേദനാജനകമായ ഒരു കാര്യം ഉള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, ദീനീ വിദ്യാർത്ഥികളിൽ ചില ആളുകൾ അവർ ഖുർആൻ മനപ്പാഠമാക്കിയല്ല. ബൽ ബഅദുഹും ലാ യുഹ്സിനുൽ ഖിറാഅ, എന്തിലധികം അവർ ചിലർക്ക് ഖുർആൻ തെറ്റുകൂടാതെ ശരിക്കും ഓതാൻ പോലും കഴിയില്ല. വഹാദാ ഖലലുൻ കബീറുൻ ഫീ മൻഹജ് തലബിൽ ഇൽമി, തലബുൽ ഇൽമിന്റെ മാർഗത്തിൽ ഇത് വലിയ ഒരു ന്യൂനത തന്നെയാണ്. ലിദാലിക ഉഖർറിർ, അതുകൊണ്ട് ഞാൻ ആവർത്തിച്ചു പറയട്ടെ, അന്നഹു യജിബു അലാ തലബത്തിൽ ഇൽമി അൽ ഹിർസു അലാ ഹിഫ്ദുൽ ഖുർആൻ, ഖുർആൻ മനപ്പാഠമാക്കുന്ന വിഷയത്തിൽ അതീവ താല്പര്യം തുല്ലാബുൽ ഇൽമിന് നിർബന്ധമാണ്. അതുപോലെ തന്നെ വൽ അമലി ബിഹി വദ്ദഅവതി ഇലൈഹി, ഖുർആൻ അനുസരിച്ച് അമൽ ചെയ്യുന്നതിലും ഖുർആനിലേക്ക് ദഅവ നടത്തുന്നതിനും ക്ഷണിക്കുന്നതിലും. വഫഹ്മിഹി ഫഹ്മൻ മുതാബിഖൻ ലിഫഹ്മി സലഫുസ് സാലിഹ്, സലഫുസ് സാലിഹുകൾ മനസ്സിലാക്കിയതിന് അവിടെ യോജിച്ച നിലക്ക് ഖുർആൻ ശരിക്കും മനസ്സിലാക്കുന്നതിലും അതീവ താല്പര്യം ഉണ്ടാകണം. അപ്പൊ ഹിഫ്ള്, അമല്, ദഅവത്ത്, ഫഹ്മ്, കണ്ടോ? ഈ 4 കാര്യങ്ങളും മതവിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണം. ഇനി രണ്ടാമത്തെ ഇസ്ലാമിക വിജ്ഞാനത്തിന്റെ അടിസ്ഥാന സ്രോതസ്സിൽ രണ്ടാമത്തേത് അസുന്നത്തു സഹീഹ, പ്രബലമായ നബിചര്യ, സഹീഹായി സ്ഥിരപ്പെട്ടിട്ടുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ. ഫയതാനിൽ മസ്തറൈൻ ശരീഅത്തിൽ ഇസ്ലാമിയ, ഇസ്ലാമിക ശരീഅത്തിന്റെ രണ്ടാമത്തെ സ്രോതസ്സാണത്. വഹിയൽ മുവല്ലിഹത്തു ലിൽ ഖുർആനിൽ കരീം, ഖുർആനിൽ അവ്യക്തമായതിനെ വ്യക്തമാക്കുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്.
ഫയജിബു അലാ ത്വാലിബിൽ ഇൽമി അൽ ജംഉ ബൈനഹുമാ വൽ ഹിർസു അലൈഹിമാ. അതുകൊണ്ട് ത്വാലിബുൽ ഇൽമിന്റെ മേൽ നിർബന്ധമാണ് ഇത് രണ്ടും ഒരുമിച്ച് കൂട്ടൽ, ഖുർആനും ഹദീസും രണ്ടിന്റെ കാര്യത്തിലും അതീവ താല്പര്യം കാണിക്കലും. വഅലാ ത്വാലിബിൽ ഇൽമി ഹിഫ്ളുസ് സുന്ന, അതുപോലെ തന്നെ ത്വാലിബുൽ ഇൽമി നിർബന്ധമാണ് സുന്നത്ത് നബിചര്യ മനപ്പാഠമാക്കൽ. ഇമാ ബിഹിഫ്ളി നുസൂസിൽ അഹാദീസ്, ഒന്നുകിൽ ഹദീസിന്റെ നസ്സുകൾ, ഹദീസിന്റെ ടെക്സ്റ്റ്, ഹദീസിന്റെ മത്നുകൾ പഠിക്കുക, മനപ്പാടാക്കുക. ഔ ബിദിറാസത്തി അസാനീദിഹ വമുതൂനിഹ, അല്ലെങ്കിൽ അതിന്റെ സനദുകളും മത്നുകളും പഠനം നടത്തുക, മനപ്പാഠമാക്കാൻ കഴിഞ്ഞാൽ പഠനം നടത്തുക. വതമീസ് സഹീഹി മിനൽ ദഈഫ്, അതിനെ സഹീഹിനെ ദഈഫിൽ നിന്ന് വേർതിരിക്കുക. ഇതെല്ലാം ത്വാലിബുൽ ഇൽമിന് നിർബന്ധമുള്ള കാര്യമാണ്. വകദാലിക യകൂനു ഹിഫ്ളുസ് സുന്നത്തി ബിദ്ദിഫാഇ അൻഹ, അതുപോലെ തന്നെ സുന്നത്തിന്റെ സംരക്ഷണമാകുന്ന കാര്യമാണ് സുന്നത്തിനെതിരായി, നബിചര്യക്കെതിരായി വരുന്ന ആക്രമണങ്ങളെ പ്രതിരോധിക്കുക. വറദ്ദു അലാ ശുബ്ഹാത്തി അഹ്ലിൽ ബിദ്അ ഫി സുന്ന, സുന്നത്തിന്റെ കാര്യത്തിൽ ബിദ്അത്തിന്റെ ആളുകൾ ഇളക്കി വിടുന്ന ശുബ്ഹാത്തുകൾക്ക് മറുപടി പറയുക എന്നതും ഖണ്ഡിക്കുക എന്നതും. ഫയജിബു അലാ ത്വാലിബിൽ ഇൽമി അൻ യൽതസിമ ബിൽ ഖുർആനി വസുന്നത്തി സഹീഹ, അതിനാൽ ത്വാലിബുൽ ഇൽമിന്റെ മേൽ നിർബന്ധമാണ് ഖുർആനും സുന്നത്തും മേൽപ്പറഞ്ഞ രീതിയിൽ മുറുകെ പിടിക്കുക എന്നത്. വഹുമാ ലഹു ഐ ത്വാലിബിൽ ഇൽമി, അത് രണ്ടും മതവിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം കൽ ജനാഹൈനി, രണ്ട് ചിറക് പോലെയാണ്. ലിത്വാഇരി, ഒരു പക്ഷിയുടെ രണ്ട് ചിറക് പോലെയാണ്. ഇദൻകസറ അഹദുഹുമാ ലം യതിർ, രണ്ട് ചിറകിൽ ഒരു ചിറക് പൊട്ടിപ്പോയാൽ, ഒടിഞ്ഞു പോയാൽ ഒരിക്കലും ആ പക്ഷിക്ക് പറക്കാൻ കഴിയില്ല. അതുപോലെയാണ് ഖുർആൻ ഹദീസും രണ്ടും പരസ്പര പൂരകങ്ങളായി പഠിക്കേണ്ടതാണ്. ലിദാലിക ലാ തകുൻ തുറാഇ സുന്നഹ വതഗ്ഫുൽ അൽ ഖുർആൻ, അതുകൊണ്ട് നീ ഒരിക്കലും സുന്നത്തിന് പ്രാധാന്യം കൊടുക്കുക, ഖുർആൻ അവഗണിക്കുക, ആ അവസ്ഥ ഉണ്ടാകരുത്. ഔ തുറാഇൽ ഖുർആൻ വതഗ്ഫുൽ അനി സുന്ന, അല്ലെ ഖുർആന് പ്രാധാന്യം കൊടുക്കുക, ഖുർആൻ പരിഗണന കൊടുക്കുക, സുന്നത്തിന് അവഗണിക്കുക, അതും പാടില്ല. രണ്ടും പരിഗണിക്കുന്ന കാര്യം. ഫകസീറും മിൻ തലബത്തിൽ ഇൽമി യഅതനി ബിസ്സുന്നതി വശുറൂഇഹാ, ധാരാളം വിദ്യാർത്ഥികൾ ഇന്നത്തെ അവസ്ഥ ഹദീസിൽ അവർ നല്ലോണം ശ്രദ്ധ ചെലുത്തും, അതിന്റെ ഷറഹുകളിലും വരിജാലിഹ, അതിന്റെ റിജാലുകളിൽ, അല്ല റായിമാരിലൊക്കെ, മുസ്തലഹാത്തിയ, അതിന്റെ സാങ്കേതിക നിയമങ്ങളിലും യഅ്തിനാഅൻ കാമിലൻ, സമ്പൂർണമായ ശ്രദ്ധ ഉണ്ടാവും. ലാകിൻ ലൗ സഅൽതഹു അൻ ആയത്തിൻ മിൻ കിതാബില്ലാ, അല്ലാഹുവിന്റെ കിതാബിൽ ഏതെങ്കിലും ഒരു ആയത്തിനെ കുറിച്ച് നീ അയാളോട് ചോദിച്ചാൽ ലറഅയ്തഹു ജാഹിലൻ ബിഹാ, അതിനെക്കുറിച്ച് അജ്ഞനായെന്ന് നിനക്ക് കാണാൻ സാധിക്കും. വഹാദാ ഗലത്തുൻ കബീർ, ഇത് വലിയ അബദ്ധമാണ്. ഫലാബുദ്ദ അൻ യകൂനൽ കിതാബ്, വലിയ തെറ്റാണിത്. ഫലാബുദ്ദ അൻ യകൂനൽ കിതാബു വസ്സുന്ന ജനാഹൈന ലക യാ ത്വാലിബൽ ഇൽം, അതുകൊണ്ട് ദീനി വിദ്യാർത്ഥി നിന്റെ രണ്ട് ചിറകായിരിക്കണം കിതാബും സുന്നത്തും. വഹുനാക ശൈഉൻ സാലിസ് മുഹിം, അതുപോലെ മൂന്നാമതൊരു കാര്യം കൂടിയുണ്ട്, പ്രധാനപ്പെട്ടതാണത്. വഹുവ കലാമുൽ ഉലമാ, ഉലമാക്കളുടെ കലാമുകൾ, പണ്ഡിതാഭിപ്രായങ്ങൾ. ഖുർആനും സുന്നത്തും പഠിക്കുമ്പോൾ ഈ കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ ഈ ഖുർആനും ഹദീസും കൈകാര്യം ചെയ്ത അഹ്ലുസ് സുന്നത്തിന് ഉലമാക്കൾ ആയത്തിനെ പറ്റി ഹദീസിനെ പറ്റി എന്താ പറഞ്ഞത്, അതും ഞാൻ മൂന്നാമതായി നീ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഫലാ തുഹ്മിൽ കലാമൽ ഉലമാ വലാ തഗ്ഫുൽ അൻ, ഉലമാക്കളുടെ കലാമുകളെ നീ ഒരിക്കലും അവഗണിക്കുകയോ അതിനെക്കുറിച്ച് അശ്രദ്ധമാവുകയോ ചെയ്യരുത്. ലിഅന്നൽ ഉലമാ അശദ്ദു റുസൂഖൻ മിൻക ഫിൽ ഇൽം, കാരണം ഉലമാക്കൾ എന്ന് പറഞ്ഞാൽ ഇൽമിന്റെ കാര്യത്തിൽ നിന്നെക്കാൾ എത്രയോ അടിയുറപ്പുള്ളവരും അഗാധതയുള്ളവരുമാണ്. വഇൻദഹും മിൻ ഖവാഇദിശ് ശരീഅത്തി വഅസ്റാരിഹാ വളവാബിതിഹാ മാ ലൈസ ഇൻദക, അവരടുക്കൽ ഇസ്ലാമിക ശരീഅത്തിന്റെ അടിസ്ഥാന തത്വങ്ങളും രഹസ്യങ്ങളും അതിന്റെ പൊരുളുകളും അതിന്റെ നിയമങ്ങളും ഒക്കെ നിന്റെ അടുക്കൽ ഇല്ലാത്ത എത്രയോ അവരടുക്കലുണ്ട്. വലിഹാദാ കാനൽ ഉലമാഉൽ ലജില്ലാഉൽ മുഹഖിഖൂൻ ഇദാ തറജ്ജഹ ഇൻദഹും ഖൗൽ യഖൂലൂൻ ഇൻ കാന അഹദുൻ ഖാല ബിഹി വഇല്ലാ ഫലാ നഖൂലു ബിഹി. ഉന്നതന്മാരായ പണ്ഡിതന്മാർ, മുഹഖിഖീങ്ങളായ സൂക്ഷ്മജ്ഞാനികളായ പണ്ഡിതന്മാർ, അവരൊക്കെ അവരുടെ സ്വഭാവം എന്തായിരുന്നു? ഇതാ തറജ്ജ ഇൻദഹും ഖൗൽ, ഒരു അഭിപ്രായം അവർക്ക് റാജിഹായി ബലപ്പെട്ട അഭിപ്രായമായി തോന്നിയാൽ, അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളിൽ പഠനം നടത്തി നോക്കുമ്പോൾ അതിൽ ഇന്ന അഭിപ്രായമാണ് തനിക്ക് മുന്തിയതായി മികച്ചതായി കാണുന്നത് എന്ന് വന്നാൽ യഖൂലുൻ, അവർ പറയും ഇൻകാന അഹദുൻ ഖാല ബി, ഇതാണ് ശരിയായ അഭിപ്രായം, എന്റെ മുമ്പുള്ളവരാരെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വഇല്ലാ ഫലാ നഖൂലു ബിഹി, ഇല്ലെങ്കിൽ ഞാനത് പറയില്ല. അപ്പൊ ഞാനല്ലാത്ത ആരെങ്കിലും ഇത് പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കുന്ന ഈ അഭിപ്രായം പറയുന്ന ലോകത്ത് ഒന്നാമത്തെ ആള് ഞാനാകണം എന്നല്ല പണ്ഡിതന്മാരുടെ ചിന്ത. മറ്റാരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് എന്റെ അഭിപ്രായം, വയില്ല അവരാരും പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ അഭിപ്രായം പറയുന്നില്ല എന്ന് പറയും. അതാണ് അവരുടെ വിനയം. ഫമസൽ, ഉദാഹരണമായി ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അലാ ഇൽമിഹി വസഅതി ഇത്ലാഹി, അദ്ദേഹത്തിന്റെ വിജ്ഞാനവും
അദ്ദേഹത്തിന്റെ പരന്ന വായനയും അറിവും അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അങ്ങനെയുള്ള ശൈഖുൽ ഇസ്ലാം ഇദാ ഖാല ഖൗലൻ ലാ യഅലമു ബിഹി ഖായിലൻ, അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞാൽ അത് പറഞ്ഞ് വേറെ ആരെയും അദ്ദേഹത്തിന് അറിയുകയില്ലെങ്കിൽ അദ്ദേഹം പറയും അന അഖൂലു ബിഹി ഇൻ കാന ഖദ് ഖീല ബിഹി, ഇതാണ് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ മറ്റാരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലാ യഖുദ് ബിഹി, അദ്ദേഹം തന്റെ അഭിപ്രായം എടുക്കുകയില്ല. മറ്റാരെങ്കിലും അപ്പോ തന്റെ മുൻഗാമികൾ ആരെങ്കിലും അല്ലെങ്കിൽ സമകാലികരായ തന്നെ പോലെ ആരെങ്കിലും ഇത് പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കുക എന്നത് പണ്ഡിതന്മാരുടെ സ്വഭാവമായിരുന്നു. മനസ്സിലായില്ല? അപ്പൊ അതവരുടെ എല്ലാ പണ്ഡിതന്മാരും തങ്ങളുടെ മുമ്പുള്ള പണ്ഡിതന്മാരുടെ നിലപാടുകളും വാക്കുകളും ഒക്കെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത്, അല്ലാതെ എല്ലാവരും നേരിട്ട് ഖുർആനും ഹദീസും പഠിക്കലല്ല. ഖുർആനും ഹദീസും താൻ ജീവിക്കുന്നതിന് മുമ്പുള്ള കാലത്ത് എങ്ങനെയാണ് ഉലമാക്കൾ കൈകാര്യം ചെയ്തത് എന്ന് നോക്കി അവരുടെ ആ മാർഗത്തിലൂടെ തന്നെയാണ് തുല്ലാബുൽ ഇൽമും പഠിച്ചു മുന്നേറേണ്ടത്. ലിദാ യജിബു അലാ ത്വാലിബിൽ ഇൽമി അർറുജൂഉ ഇലാ കിതാബില്ലാഹി വസുന്നത്തി റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതുകൊണ്ട് താലിബുൽ ഇൽമിന്റെ മേൽ നിർബന്ധമാണ് അള്ളാഹുവിന്റെ കിതാബിലേക്കും അവന്റെ റസൂലിന്റെ സുന്നത്തിലേക്കും മടങ്ങുക എന്നത്. വഅൻ യസ്തഈന ബികലാമിൽ ഉലമാ, ഉലമാക്കളുടെ വാക്കുകളുടെ സഹായം തേടുക എന്നതും ഉലമാക്കളുടെ അഭിപ്രായങ്ങളെ സഹായത്തിന് സ്വീകരിക്കുക എന്നതും നിർബന്ധമാണ്. ഇത് ഉലമാക്കളെ തഖ്ലീദ് ചെയ്യാനല്ല, അത് പ്രത്യേകം മനസ്സിലാക്കണം. ആരും തഖ്ലീദ് ചെയ്യാൻ വേണ്ടിയല്ല, പക്ഷെ അവരെ എങ്ങനെയാണ് വിഷയങ്ങളെ സമീപിച്ചെന്ന് പഠിക്കണം. والرجوع إلى كتاب الله يكون بحفظه وتدبره والعمل على ما جاء به. കിതാബിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ്? ഖുർആൻ മനഃപ്പാഠമാക്കുക, അതിന്റെ ആയത്തുകളെ കുറിച്ച് ചിന്തിക്കുക, അതനുസരിച്ച് അമൽ ചെയ്യുക, അതാണ് അള്ളാഹുവിന്റെ കിതാബിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞാൽ. ലിഅന്ന അല്ലാഹ യഖൂൽ, അള്ളാഹു പറയുന്നു, കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദബ്ബറു ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ്. സൂറത്ത് സ്വാദ് 29-ാമത്തെ ആയത്ത്. ഈ ഗ്രന്ഥം നിനക്ക് നാം ഇറക്കി തന്നിട്ടുള്ളത്, അനുഗ്രഹീതമായ ഗ്രന്ഥം നിനക്ക് നാം ഇറക്കി തന്നിട്ടുള്ളത് അവർ അതിന്റെ ആയത്തുകളെ ചിന്തിക്കുവാനും ബുദ്ധിയുള്ളവർ ഉറ്റാലോചിക്കാനും വേണ്ടിയാണ്. ലിയദ്ദബ്ബറു ആയാതിഹി എന്ന് പറഞ്ഞാൽ വതദബ്ബുറുൽ ആയാത്ത് യൂസുൽ ഇലാ ഫഹ്മിൽ മാന, ആയത്തുകളെ കുറിച്ച് ചിന്തിക്കുക എന്നത് അതിന്റെ അർത്ഥം മനസ്സിലാക്കുന്നതിലേക്ക് എത്തിക്കും. വലിയതദക്കറ ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ളവർ ഉറ്റാലോചിക്കുക, ഉത്ബുദ്ധരാവുക എന്ന് പറഞ്ഞാൽ വത്തദക്കറു വൽ അമലു ബിഹാദൽ ഖുർആൻ, വെറുതെ ചിന്തിച്ച് ഒരു ബുദ്ധിപരമായ വ്യായാമത്തിന് വേണ്ടിയല്ല, അതനുസരിച്ച് അമൽ ചെയ്യലാണ് തദക്കുർ എന്ന് പറഞ്ഞാൽ. നസല ഹാദൽ ഖുർആൻ ലിഹാദിൽ ഹിക്മ, ഈ ഒരു തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ്, ഇതിനു വേണ്ടിയാണ് ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത്. വഇദാ കാന നസല ലിദാലിക് ഫൽനർജിൽ കിതാബ്, ഇതിനു വേണ്ടിയാണ് ഖുർആൻ ഇറങ്ങിയിട്ടുള്ളതെങ്കിൽ നമ്മൾ അള്ളാഹുവിന്റെ കിതാബിലേക്ക് മടങ്ങേണ്ടത് ലിനതദബ്ബറഹു, അതിനെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടിയും വലിനഅല മആനിഹി, അതിന്റെ ആശയങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയും സുമ്മ നുതബ്ബിഖ മാ ജാഅ ബിഹി, പിന്നെ ഖുർആൻ എന്തൊരു ആശയം കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കാനും വേണ്ടിയായിരിക്കണം. വവല്ലാഹി ഇന്ന ഫീഹി സആദത ദുനിയ വൽ ആഖിറ, അല്ലാഹുവാണ് സത്യം, അതിലാണ് നമ്മുടെ ഇഹപര സൗഭാഗ്യം കുടികൊള്ളുന്നത്. യഖൂലുല്ലാഹു തആല, അല്ലാഹു പറയുന്നു, ഫമനിത്തബഅ ഹുദായ ഫലാ യദില്ലു വലാ യസ്ഖാ, ആരെങ്കിലും എന്റെ മാർഗദർശനത്തെ പിൻപറ്റിയാൽ അയാൾ പിഴക്കുകയില്ല, അയാൾക്ക് ദൗർഭാഗ്യം സംഭവിക്കുകയില്ല. വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈസത്തൻ ലങ്ക, ആരെങ്കിലും എന്നെ കുറിച്ചുള്ള ഓർമ്മയിൽ നിന്ന് മുഖം തിരിഞ്ഞു കളഞ്ഞാൽ, അതിനെ അവഗണിച്ചാൽ അയാൾക്ക് കുടുസായ ഒരു ജീവിതമായിരിക്കും ഉണ്ടാവുക. വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അമാ, ഖിയാമത്ത് നാളിൽ അയാളെ കണ്ണു കാണാത്തവനായി അന്ധനായി നാം ഒരുമിച്ച് കൂട്ടുകയും ചെയ്യും. സൂറത്ത് ത്വാഹ 123-124. വലിഹാദാ ലാ തജിദു അഹദൻ അൻഅമ ബാലൻ വലാ ശറഹ സദ്റൻ വലാ അശദ്ദ തുമഅനീനതൻ ഫീ ഖൽബിഹി മിനൽ മുഅ്മിനി അബദാ, അതുകൊണ്ട് തന്നെ ഒരാളെയും നിനക്ക് കണ്ടെത്താൻ കഴിയില്ല ഏറ്റവും നല്ല അവസ്ഥയിലായിക്കൊണ്ട്, എന്താണ് ആനന്ദകരമായ ഒരവസ്ഥ, അതുപോലെ തന്നെ ഏറ്റവും വിശാലമായ ഹൃദയം, അതുപോലെ മനസ്സിൽ ഏറ്റവും അധികം സമാധാനമുള്ളവനായിട്ട് മുഅ്മിനായ ഒരാളെക്കാൾ ഒരാളെയും നിനക്ക് കണ്ടെത്താൻ കഴിയില്ല. ഹത്താ വഇൻ കാന ഫഖീറൻ, ഒരു മുഅ്മിനായ മനുഷ്യൻ അയാൾ പാവപ്പെട്ട ദരിദ്രനാകട്ടെ, ഫൽ മുഅ്മിനു അശദ്ദുന്നാസി ഇൻശിറാഹ, സ്വന്തം ആവശ്യത്തിന് പോലും മറ്റുള്ളവരെ ആശ്രയിക്കുന്ന അത്രയും ദാരിദ്ര്യത്തിൽ ആൾക്ക് ഫഖീർ എന്ന് പറയാം. ഫൽ മുഅ്മിനു അശദ്ദുന്നാസി ഇൻശിറാഹ, മുഅ്മിൻ എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ മനോവിശാലത ഉള്ള ആളായിരിക്കും. വാശദ്ദുന്നാസി തുമഇനാന, മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ മനസ്സമാധാനമുള്ള ആളായിരിക്കും. വൗസഉന്നാസി സദ്റ, ഹൃദയ വിശാലത ഉള്ള ആളുമായിരിക്കും. വഖറഉ ഇൻ ശിഅ്തും ഖൗലല്ലാഹി തആല, വേണമെങ്കിൽ നിങ്ങൾ അല്ലാഹുവിന്റെ ഈ വചനം ഓതിക്കൊള്ളുക. മൻ അമില സാലിഹൻ മിൻ ദഖരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ, ആരെങ്കിലും മുഅ്മിനായിക്കൊണ്ട് ആണാകട്ടെ പെണ്ണാകട്ടെ സൽക്കർമ്മം പ്രവർത്തിച്ചാൽ, കണ്ടോ,
അപ്പോൾ മുഅ്മിനായിക്കൊണ്ട് അമൽ ചെയ്യാൻ, സാലിഹായ അമൽ ചെയ്താൽ ഫലനുഹ്യിയന്നഹു ഹയാത്തൻ ത്വയ്യിബ, അവർക്ക് നാം വിശിഷ്ടമായ ഒരു ജീവിതം ജീവിപ്പിക്കുന്നതാണ്, ജീവിതം നൽകുന്നതാണ്. വലനജിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിൽ ഏറ്റവും ഉത്തമമായതിന് പകരമായി അവർക്ക് നാം അതിനനുസരിച്ചുള്ള പ്രതിഫലം അവർക്ക് നാം നൽകുന്നതുമാണ്. സൂറത്തുൻ നഹ്ൽ 97. ശൈഖ് അവർ ചോദിക്കുകയാണ്, മാഹിയൽ ഹയാത്തു ത്വയ്യിബ, ഈമാനും അമലു സാലിഹും ഉണ്ടായാൽ ലഭിക്കാൻ പോകുന്ന വിശിഷ്ട ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്? അൽ ജവാബ് അൽ ഹയാത്തു ത്വയ്യിബ ഹിയ ഇൻശിറാഹു സദ്ർ വ തുമഇനീനത്തുൽ ഖൽബ്, ഹൃദയത്തിന്റെ വിശാലതയും മനസ്സിന്റെ സമാധാനവുമാണ് ഹയാത്തുൻ ത്വയ്യിബ, വിശിഷ്ടമായ ജീവിതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹത്താ വലൗ കാന ഇൻസാനു ഫി അശദ്ദി ബുഅ്സിൻ, മനുഷ്യൻ അങ്ങേയറ്റത്തെ കഷ്ടപ്പാടിലാണെങ്കിൽ പോലും ഫഇന്നഹു മുത്മഇന്നുൽ ഖൽബ്, അയാൾ ഹൃദയം ശാന്തിയുള്ളതായിരിക്കും. മുൻശരിഹു സദ്ർ, വികസിച്ച വിശാലതയുള്ള ഹൃദയവുമായിരിക്കും. ഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം, അജബൻ ലി അംരിൽ മുഅ്മിൻ, മുഅ്മിനിന്റെ കാര്യം അതിശയം തന്നെ. ഇന്ന അംറഹു കുല്ലഹു ഖൈർ, അവന്റെ എല്ലാ കാര്യങ്ങളും അവന് മുഅ്മിനായ മനുഷ്യൻ ഖൈറായിരിക്കും. വലൈസ ദാക ഇലി അഹദിൻ ഇല്ലൽ മുഅ്മിൻ, ഈ ഒരു അവസ്ഥ സത്യവിശ്വാസിക്കല്ലാതെ മറ്റാർക്കുമില്ല. ഇന്ന സാബത്തുഹു ളറാഉ സബറ ഫകാന ഖൈറൻ ലഹു, എന്തെങ്കിലും ദുരിതം അയാളെ ബാധിച്ചാൽ അയാൾ ക്ഷമിക്കും, അങ്ങനെ അയാൾക്ക് നന്മയായി കലാശിക്കും. വൈന സാബത്തുഹു സറാഉ ശകറ, സന്തോഷകരമായ വല്ല കാര്യങ്ങളും ഉണ്ടായാൽ അയാൾ നന്ദി കാണിക്കും, ഫകാന ഖൈറൻ ലഹു, അതും അയാൾക്ക് നന്മയായി കലാശിക്കും. ഇമാം മുസ്ലിം റിവായത്ത് ചെയ്തിട്ടാണ് കിതാബു സുഹദിൽ. ഇനി അൽ കാഫിർ ഇദാ അസാബത്തുഹു ളറാ അൽ യസ്ബിർ, ഒരു കാഫിർ അയാൾക്കൊരു ദുരിതം ബാധിച്ചാൽ അയാൾ ക്ഷമിക്കോ? ഫൽ ജവാബില്ല, ഒരിക്കലും ക്ഷമിക്കൂല. ബൽ യഹ്സുൻ, അയാൾ വ്യസനിക്കും. വതളിയഖു അലൈഹി ദുനിയ, തുളയ്യഖു അലൈഹി ദുനിയ എന്ന് പറയുക, അദ്ദേഹത്തിന് ദുനിയാവ് തന്നെ കുടുസായി തോന്നും. വറുബ്ബമൻ തഹർ, ചിലപ്പോൾ അയാൾ ആത്മഹത്യ ചെയ്യും. വഖതൽ നഫ്സ, സ്വയം നശിക്കും, അയാൾ സ്വന്തത്തെ കൊന്നുകളയും. വലാകിന്നൽ മുഅ്മിന യസ്ബിർ, എന്നാൽ മുഅ്മിൻ അങ്ങനെയല്ല, അയാൾ ക്ഷമിക്കും. വജിദ് ലദ്ദത സബ്ർ ഇൻശിറാഹം വതമഈനതൻ, ആ ക്ഷമയുടെ ആസ്വാദനം അയാൾ അനുഭവിക്കും, അയാളുടെ മനസ്സിന്റെ വികാസവും മനസ്സമാധാനവുമായിക്കൊണ്ട്. വലിദാലിക തകൂൻ ഹയാത്തു ത്വയ്യിബ, അതുകൊണ്ട് അയാളുടെ ജീവിതം വിശിഷ്ടമായി തീരും. വബിദാലിക യകൂൻ ഖൗലുഹു തആല ഫൽനുഹിയന്നഹു ഹയാത്തൻ ത്വയ്യിബ ഹയാത്തൻ ത്വയ്യിബതൻ ഫീ ഖൽബിഹി വനഫ്സിഹി, അതുകൊണ്ട് അല്ലാഹു വിശിഷ്ടമായ ജീവിതം അവരെ ജീവിപ്പിക്കും എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരുടെ മനസ്സിലും ഹൃദയത്തിലും അയാൾക്ക് നല്ല ജീവിതമായിരിക്കും എന്നാണ്. ബഅദുൽ മുഅർരിഖീന അല്ലദീന തകല്ലമു അൻ ഹയാത്തുൽ ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് വകാന ഖാലി ഖുലാത്തി മിസ്ർ ഫി അഹദിഹി വകാന ഇദാ ജാഅ ഇലാ മകാനി അമലിഹി യഅതി ബിഅറബത്തിൻ തജറുഹ അൽ ഖുയൂൽ അവൽ ബിഗാൽ ഫി മൗകിബിൻ. ചില ചരിത്രകാരന്മാര് മഹാപണ്ഡിതനായിരുന്ന ഹാഫിദ് ഇബ്നു ഹജർ അസ്കലാനിയുടെ ചരിത്രം വിവരിക്കുന്നിടത്ത് പറഞ്ഞൊരു കഥയുണ്ട്, ഒരു സംഭവ കഥ. അദ്ദേഹം മിസ്രിലെ ജഡ്ജിമാർക്ക് കൂടിയുള്ള സുപ്രീം കോടതി ജഡ്ജിമാരുടെ ജഡ്ജിയായിരുന്നു അദ്ദേഹത്തിന്റെ കാലത്ത്. അങ്ങനെ അദ്ദേഹം ജോലി സ്ഥലത്തേക്ക് വരല് കുതിരകൾ, കോവർ കഴുത്തുകളൊക്കെ വഹിച്ചു കൊണ്ടുവരുന്ന ഒരു വണ്ടിയിലാണ്. ഫി മൗക്കിബിൻ, മൗക്കിബ് പറഞ്ഞാൽ ശരിക്കും പരിവാരം എന്നൊക്കെ പറയല്ലോ, വൃത്യഗണങ്ങൾ, സഹായികളായി കുറെ ആളുണ്ടാവും കൂടെ. അങ്ങനെ ജനങ്ങളൊരു പരിവാരങ്ങൾ സമയത്താണ് അദ്ദേഹം വരിക. ഫമർറ ദാത യൗമിൻ ബിറജുലിൻ യഹൂദിയ്യിൻ ഫി മിസ്ർ സയ്യാത്തിൻ അയ്യബിഉ സൈത്ത്, എണ്ണ കച്ചവടം നടത്തുന്ന ഒരാളുടെ, ഒരു യഹൂദിയുടെ അടുത്തുകൂടെ ഇദ്ദേഹം കടന്നുപോയി. വാദത്തെ യകൂനു സയ്യാത്ത് വസിഖ സിയാബ്, പലപ്പോൾ സാധാരണ നിലക്ക് എണ്ണ കച്ചവടക്കാരെ കാണുക എങ്ങനെയാണ്, അവരുടെ വസ്ത്രമൊക്കെ ഇങ്ങനെ ചളി പിടിച്ചിട്ടുണ്ടാവും, വൃത്തികെട്ടായിരിക്കും. ഫജാൽ യഹൂദി, അങ്ങനെ യഹൂദി വന്ന് ഫൗഖഫൽ മൗക്കിബ്, ഈ യാത്രാ സംഘത്തെ തടഞ്ഞു നിർത്തി. വഖാല ലിൽ ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ്, എന്നിട്ട് ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുല്ലയോട് അദ്ദേഹം പറഞ്ഞു, ഇന്ന നബിയക്കും യഖൂൽ, നിങ്ങളുടെ നബി പറയുന്നു, അദ്ദുനിയാ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ, ദുനിയാവ് മുഅ്മിനിന്റെ ജയിലാണ്, കാഫിറിന്റെ സ്വർഗവുമാണ്. നിങ്ങളെ നബി പറഞ്ഞിട്ടുണ്ടല്ലോ. വഅന്ത ഖാലി ഖുലാത്ത് മിസ്ർ, നിങ്ങള് മിസ്റിലെ ഖാലിമാരുടെ ഖാലിയാണ്, ജഡ്ജിമാരുടെ ജഡ്ജിയാണ്, സുപ്രീം കോടതി ജഡ്ജി പോലെ. വഅന്ത ഫി ഹാദൽ മൗക്കിബ്, എന്നിട്ട് നിങ്ങൾ ഇതാ വലിയ പരിവാരങ്ങൾക്കിടയിലാണ് നിങ്ങൾ പോകുന്നത്. വഫി ഹാദൻ നഈം, ഈ ഐശ്വര്യത്തിനും സുഖത്തിലുമാണ്. വഅന യാനി നഫ്സുൽ യഹൂദി, യഹൂദി പറ ഞാൻ, ഫി ഹാദൽ അദാബ്, ഞാനാകട്ടെ ഈ ശിക്ഷയിലും, വഹാദ ശഖൈ, ദൗർഭാഗ്യത്തിലുമാണല്ലോ. അപ്പൊ നിങ്ങൾക്ക് കാഫിറിന് സ്വർഗവും അതുപോലെ മുഅ്മിന് സിജ്നുമാണെന്ന് പറഞ്ഞിട്ടില്ല, അതെന്താണെന്ന് ചോദിക്കുന്നത്. ഖാലൽ ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ്, അദ്ദേഹം മറുപടി കൊടുത്ത് എന്താണെന്ന് ഇബ്നു ഹജർ അസ്കലാനി, അന ഫീമാ അന ഫീഹി മിന തറഫി വൻ നഈം,
യുഅ്തബറു ബിന്നിസ്ബതി ഇലാ നഈമിൽ ജന്നത്തി സിജ്നാ. കണ്ടോ, ഞാനിപ്പോൾ ഏതൊരു സുഖത്തിലും ഐശ്വര്യത്തിലുമാണോ സ്വർഗത്തിലെ ഐശ്വര്യവുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഇതൊരു ജയിലാണ്. നോക്കണങ്ങൾ. വഅമ്മ അൻത ബിന്നിസ്ബതി ലിശ്ശഖാഇ അല്ലദി അൻത ഫീ, നീ ഇപ്പോൾ ഏതൊരു ദൗർഭാഗ്യത്തിലാണോ അത് യുഅ്തബറു ബിന്നിസ്ബതി അദാബിൻ നാരി ജന്ന, നരകത്തിലെ അദാബുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഇപ്പൊ നീ സ്വർഗത്തിലാണ്. ഫഖാലൽ യഹൂദി, ഇത് കേട്ടപ്പോൾ യഹൂദി പറഞ്ഞു, അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, രണ്ട് ഷഹാദത്തും ചൊല്ലി വ അസ്ലമ, അയാൾ മുഅ്മിനായി. അപ്പൊ ഫൽ മുഅ്മിൻ ഫി ഖൈരിൻ മഹ്മാ കാൻ, അപ്പൊ മുഅ്മിൻ എവിടെയാലും അവൻ നന്മയിലായിരിക്കും. വഹുവല്ലദീ റബിഹ ദുനിയ വൽ ആഖിറ, ദുനിയാവും ആഖിറവും ലാഭിച്ചവൻ അവനാണ്. വൽ കാഫിറു ഫി ശർരിൻ വഹുവല്ലദീ ഖസറ ദുനിയ വൽ ആഖിറ, കാഫിർ ശർറിലായിരിക്കും, അവന് ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു. ഖാല അല്ലാഹു തആല, അല്ലാഹു പറഞ്ഞു, വൽ അസ്ർ, കാലമാണ് സത്യം, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യരെല്ലാവരും നഷ്ടത്തിലാണ്. ഇല്ലല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്തി, വിശ്വസിക്കുകയും സുഹൃതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ. വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ, ഹക്ക് കൊണ്ടും ക്ഷമ കൊണ്ടും പരസ്പരം ഉപദേശ നിർദ്ദേശങ്ങൾ നടത്തുകയും ചെയ്തവരൊഴികെ. സൂറത്തുൽ അസ്ർ നമ്മളെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഫൽ കുഫാർ അല്ലദീന അളഉ ദീനല്ലാഹ് വതാഹു ഫി ലദ്ദാതിഹിം വതറഫിഹിം ഫഹും വഇൻ ബനൗ അൽ ഖുസൂർ വശയ്യദൂഹാ വസ്ദഹറത് ലഹും അദ്ദുനിയ ഫഇന്നഹും ഫിൽ ഹഖീഖത്തി ഫി ജഹീം. അതുകൊണ്ട് സത്യനിഷേധികൾ അവർ അള്ളാഹുവിന്റെ ദീനിനെ പാഴാക്കി അവർ അവരുടെ സുഖാസ്വാദനങ്ങളിലും ആനന്ദങ്ങളിലും വിഹരിക്കുകയും ചെയ്തു. ഫഹും വഇൻ ബനൗ അൽ ഖുസൂർ, അവർ കോട്ടകൾ കെട്ടിയുണ്ടാക്കി. വശയ്യദൂഹ, അതിനെ കെട്ടിപ്പൊക്കി കെട്ടി ഉയർത്തി. വസ്ദഹറത് ലഹും അദ്ദുനിയ, ദുനിയാ അവരുടെ മേൽ പ്രശോഭിതമായി അവർ കിട്ടി. ഫഇന്നഹും ഫിൽ ഹഖീഖത്തി ഫി ജഹീം, എന്നാലും യഥാർത്ഥത്തിൽ അവർ നരകത്തിലാണ്. ഹത്താ ഖാല ബഅദു സലഫ്, ചില സലഫുകളായ പണ്ഡിതന്മാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ലൗ യഅലമിൽ മുലൂക് വ അബ്നാഉൽ മുലൂക് മാ നഹ്നു ഫീഹി ലജാലദൂന അലൈഹി ബിസ്സുയൂഫ്, രാജാക്കന്മാരും രാജാക്കന്മാരുടെ മക്കളായ രാജകുമാരന്മാരും നമ്മളിപ്പോൾ ഏതൊരു ആനന്ദത്തിലാണോ, എന്നാൽ ഇൽമിന്റെ ആനന്ദമാണ് അവിടെ പറയുന്നത്, അതവർ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ലജാലദൂന അലൈഹി ബിസ്സുയൂഫ്, അത് അവർക്ക് കിട്ടാൻ വേണ്ടി അവർ നമ്മോട് വാളുകൾ കൊണ്ട് യുദ്ധം ചെയ്യുമായിരുന്നു. അപ്പൊ ഇൽമിന്റെ ലദ്ദത്താണ് ശൈഖ് അവർകൾ ഇവിടെ വിശദീകരിക്കുന്നത്. ഈമാനുള്ള ആൾക്ക് ഇൽമു കൂടി ഉണ്ടാകുമ്പോൾ അതിനുണ്ടാകുന്ന ആസ്വാദനം. അമ്മൽ മുഅ്മിനൂന ഫഖദ് നഇമു ബിമുനാജാത്തില്ലാഹി വദിക്രിഹി, മുഅ്മിനീങ്ങളായ ആളുകൾ അല്ലാഹുവോട് രഹസ്യമായി സംഭാഷണം നടത്തിയും അവനെ ഓർത്തും അവർ ഐശ്വര്യത്തിലായിത്തീരുന്നു. വകാനു മഅ ഖളാഇല്ലാഹി വഖദരിഹി, അവർ എപ്പോഴും അല്ലാഹുവിന്റെ വിധി തീരുമാനങ്ങൾക്കൊപ്പമായിരിക്കും. ഫഇന്ന അസാബത്തുഹുൽ ളറാഉ സബറു, ദുരിതങ്ങൾ അവരെ പിടിപെട്ടാൽ അവർ ക്ഷമിക്കും. വഇന്ന അസാബത്തുഹും സറാഉ ശകറു, അവർക്ക് സന്തോഷകരമായ കാര്യങ്ങൾ ഉണ്ടായാൽ അവർ നന്ദി കാണിക്കും. ഫകാനു ഫി അൻഅമി മാ യകൂൻ, അങ്ങനെ അവർ ഏറ്റവും നല്ല ഐശ്വര്യമായ അവസ്ഥയിലായിരിക്കും. ബിഖിലാഫി അസ്ഹാബി ദുനിയ, എന്നാൽ ദുനിയാവിന്റെ ആളുകൾ അങ്ങനെയല്ല, നേരെ മറിച്ചാണ്. ഫഇന്നഹും കമാ വസഫഹുല്ലാഹു ബിഖൗലിഹി, അവരെ കുറിച്ച് അല്ലാഹു വർണ്ണിച്ചതുപോലെ, ഫഇന്നുഉതു മിൻഹാ റളു, എന്തെങ്കിലും ദുനിയാവിലുള്ള വല്ല നന്മയോ കിട്ടിയാൽ അവർ സന്തോഷിക്കുന്നത്. സദഖന്റെ കാര്യം പറയുമ്പോൾ മുനാഫിക്കുകളെ പറ്റി പറഞ്ഞ വാക്കാണ്. സദഖയിൽ നിന്ന് വല്ലതും കിട്ടിയാൽ അവർ സന്തോഷിക്കും. വഇല്ലം യുഅതു മിൻഹാ, ഒന്നും കിട്ടിയില്ലെങ്കിലോ നൽകപ്പെട്ടില്ലെങ്കിലോ ഇദാഹും യസ്ഖതൂൻ, അപ്പോൾ അവരതാ കോപിക്കുന്നു. സൂറത്ത് തൗബ ആയത്ത് 58. ഇത്രയും ശൈഖ് അവറുകൾ പറഞ്ഞത് ഖുർആനിലേക്ക് മടങ്ങുക എന്നത് എങ്ങനെയായിരിക്കണം എന്നാണ്. ഇനി അമ്മർ റുജൂ ഇല സുന്നത്തിൻ നബവിയ്യ, അത് ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ വായിക്കാം. അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ ഖുർആനും തിരുസുന്നത്തും മനസ്സിലാക്കുന്ന, അത് പഠിച്ച് മനപ്പാഠമാക്കി ജീവിതത്തിൽ പകർന്ന യഥാർത്ഥ ത്വാലിബുൽ ഇൽമുകളെ കൂട്ടത്തിൽ ഈ പറയുന്ന സാധുവായ എന്നെയും നിങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.